പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വ്രതനിഷ്ഠരായ വിശ്വാസികൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണം ഇത്തവണയും മുടക്കാതെ ദുബായ് ബേക്കൽ സംഘമിത്ര സേവാ സംഘം 3 ദിവസങ്ങളിലായി ഏതാണ്ട് 4000-ഓളം പേർക്കാണ് ഇവർ പ്രഭാത ഭക്ഷണം നൽകുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. രാവിലെ ബേക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്രം സ്ഥാനികർ വീതു വിളമ്പി ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്തി അനുഗ്രഹം വാങ്ങി. ഇതിനുശേഷമാണ് പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചത്. ജില്ലയിലെ കാസർഗോഡ്, കീഴൂർ, കോട്ടിക്കുളം, ബേക്കൽ, കാഞ്ഞങ്ങാട് എന്നീ കുറുമ്പ ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്നും കാവു തീണ്ടുന്നതിനായി എല്ലാ വർഷവും നിരവധി ഭക്തർ വ്രതനിഷ്ഠയോടെ കൊടുങ്ങല്ലൂർ മീനഭരണിക്ക് ദർശനത്തിനായി പോകാറുണ്ട്. ഇതിൽ ബേക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര പരിധിയിൽ നിന്നും പോകുന്നവർക്കാണ് ദുബായ് ബേക്കൽ സംഘമിത്ര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് പ്രാതൽ നൽകുന്നത്. കാസർഗോഡ്, കീഴൂർ, കോട്ടിക്കുളം, ബേക്കൽ എന്നീ 4 കഴകത്തിൽപ്പെടുന്നവർ വർഷം തോറും ഒരു പറ്റം ജനങ്ങൾ കാവു തീണ്ടലും മീനഭരണിക്കും ഇവിടുന്ന് പോവാറുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം മുതലാണ് സംഘമിത്ര ബേക്കൽ ദുബായ് പ്രവർത്തിക്കുന്ന സംഘമിത്ര സേവാ സംഘം രാവിലെ മുതലുള്ള പ്രഭാത ഭക്ഷണം നൽകാൻ തീരുമാനിച്ചത്. വളരെ ലാഘവത്തോടെ തുടങ്ങിയ ഇതാണെങ്കിലും വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു പ്രഭാത ഭക്ഷണ രീതിയാണിത്. കാരണം വെച്ചാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അന്നദാനം മഹാദാനമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർ നൽകുന്ന ആ ഒരു സന്മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലാവില്ല. സംഘമിത്ര സേവാ സംഘം ഇത് മാത്രമല്ല നടത്തുന്നത്. നാട്ടിലെ നിർധരായ കുടുംബങ്ങൾക്ക് താണിയായിട്ട് ചികിത്സാ സഹായവും മരണാനന്തരപ്പെട്ട കുടുംബങ്ങൾക്ക് ധനസഹായം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു കൂട്ടമാണ് സംഘമിത്ര സേവാ സംഘം. 3 ദിവസങ്ങളിലായി ഏതാണ്ട് 4000-ൽ പരം പേർക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഈയൊരു സേവന സാധനയ്ക്ക് കഴിഞ്ഞ വർഷമാണ് ഇവർ തുടക്കം കുറിച്ചത്. വരും വർഷങ്ങളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമൊരുക്കാൻ സംഘമിത്ര സേവാ സംഘം താൽപ്പര്യം അറിയിച്ചതായി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അജയ് കുമാർ പറഞ്ഞു. ബേക്കൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴിൽ കൊടുങ്ങല്ലൂർ അമ്മയെ ദർശനം കാണാൻ പോകുന്നവർക്ക് ഈ തവണയും സംഘമിത്ര സേവാ സംഘം ദുബായ് ആൻഡ് ബേക്കലിൻ്റെ വക രാവിലത്തെ പ്രഭാത ഭക്ഷണം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ചികിത്സ സഹായമായാലും മരണപ്പണ്ടായാലും എല്ലാം നൽകിക്കൊണ്ടുവരുന്ന ഒരു നല്ലൊരു പ്രവർത്തനമായി മുമ്പോട്ട് പോകുന്ന ഒരു സംഘടന. ഭാവിയിലും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും ഇനിയും ഇതുപോലെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം ഇതുമെല്ലാം പരിഗണനയിലുണ്ട്. അതുപോലും മറ്റുള്ള സംഘടനയ്ക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഘടനയ്ക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ശ്രീകുറുമ്പാമ്മയോട് തൃക്കണ്ണാടപ്പനോട് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും ഭാവിയിൽ നല്ലത് വരട്ടെ എന്ന് സംഘമിത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദുമ ഗ്രാമപഞ്ചായത്ത് അംഗം ശംഭു ബേക്കൽ, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഷൈനിമോൾ, ക്ഷേത്ര ഭരണസമിതി മുൻ പ്രസിഡന്റ് പുരുഷോത്തമൻ, സംഘമിത്ര സേവാ സംഘം പ്രസിഡന്റ് രവി, മറ്റു ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.